പാലക്കാട് ജില്ല പൊതുവെ ഒരു ചുവന്ന മണ്ണാണ് എന്ന് സഹാക്കൾ പണ്ട് മുതലേ വിചാരിച്ചു വെച്ച സ്ഥലമാണ്. സാക്ഷാൽ വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ആലപ്പുഴയിൽ ഗ്രിപ്പ് കിട്ടാത്തപ്പോൾ പാലക്കാട് കയറി അവിടെ മലമ്പുഴയിൽ നിന്നാണ് വിജയിച്ച് കയറിയത്. എന്നാൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള നിരവധിയായ നിയോജക മണ്ഡലങ്ങൾ കൃത്യമായും CPIM-ൽ നിന്നും വഴുതി മാറി തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്, 18,840. ഇപ്പോഴിതാ CPIM വിട്ട് 75ഓളം പേർ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് അവരെ സ്വീകരിച്ചിരിക്കുന്നു. MP രാജേഷും അളിയൻ നിതിൻ കണിച്ചേരിയും കൂടെ ചേർന്ന് വലിയ തോതിൽ ഏകാധിപത്യ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത നിരവധിയായ സഖാക്കളാണ് കൃത്യമായും കോൺഗ്രസിൻ്റെ കുടക്കീഴിലേക്ക് എത്തുന്നത്. ഈ രാജ്യത്ത് ഭാവിയുള്ള പ്രസ്ഥാനം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ആദരവും കൂറും അതിനെ സംരക്ഷിക്കാൻ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാകുന്ന പ്രസ്ഥാനം, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ കടയിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് സന്ദീപ് വാര്യരുടെ പാത പിന്തുടർന്ന് നിരവധിയായ ആളുകൾ CPIM വിട്ട് കോൺഗ്രസ്സിലേക്ക് എത്തുമ്പോൾ അവർ യാതൊരു രീതിയിലുള്ള ഉപാധികളും മുന്നോട്ട് വയ്ക്കുന്നില്ല. അവർക്കൊരൊറ്റ ആഗ്രഹം മാത്രം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത്. NN കൃഷ്ണദാസ് അടക്കമുള്ളവർ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഉൾപാർട്ടി പോര് പാലക്കാട് അതിരൂക്ഷമായി നടക്കുന്നുണ്ട്. പല മേഖലയിലും പൊട്ടിത്തെറിയാണ്. നിരവധി ഏരിയ കമ്മിറ്റികളിൽ വലിയ തോതിലുള്ള ഒരു പൊളിച്ചെടുക്കൽ നടക്കുന്നു. വെട്ടിനിരത്തൽ എന്ന് പറയുന്നത് മോഡേൺ ട്രെൻഡിലേക്ക് മാറുകയാണ്. പിണറായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധിയായ സഖാക്കൾ മുൻപന്തിയിലേക്ക് ഇറങ്ങി വരുന്നു. MP രാജേഷിനെ പോലെ ഉള്ള വ്യക്തികൾ അവർ മാത്രം സുഖലോലിപരായി സുഖിച്ച് ജീവിക്കുന്ന ഈ സിദ്ധാന്തത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലെന്ന് ഇവർ ചോദിക്കുകയാണ്. അവർ പറയുന്നു ഇത് പിണറായിയുടെ കുഴലൂത്തുകാരുടെയും മാത്രം പ്രസ്ഥാനമാണ്. ഈ പോക്കറ്റ് പാർട്ടിയെ എന്നേക്കുമായി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ ഓടിച്ചെന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ DCC അധ്യക്ഷനായ തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, CPIM വളരെ വൈകാതെ തന്നെ പൊളിഞ്ഞടുങ്ങും. പാലക്കാട് മതേതര ശക്തികൾക്ക് കൂടുതൽ സ്വീകാര്യത വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് നഗരസഭയിൽ പോലും ഉണ്ടായ BJPക്കുണ്ടായ തിരിച്ചടി. BJPയും CPIM-ഉം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് ജനങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ് അതിനെ തകർത്തെറിയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ വലിയ ശക്തി ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഈ മാറ്റമെന്നും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്.